السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്ത് സൂക്ഷിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ ഇരുത്തവും സംസാരവും സാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വർഗം അള്ളാഹുവിൻ്റെ സമ്മാനം എന്ന മഹത്തായ വിഷയം സംസാരിക്കാൻ ഒരുപാട് സന്തോഷം തോന്നുന്ന, അതുപോലെ തന്നെ ഒരു മനസ്സിലൊരു കുളിർമയും പ്രതീക്ഷയും ഒക്കെ ഉണ്ടാക്കുന്നൊരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചത് എന്താണ്? മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു മനസ്സും ഭാവിക്കാത്ത, ഭാവന ചെയ്യാത്ത അത്രയും മഹത്തരമായ അനുഗ്രഹമാണ് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത്. ഇഖ്റഉ ഇൻ ശിഅ്തും, റസൂൽ പറഞ്ഞു, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരാൾക്കും അറിയില്ല, ഫലാ തഅലമു നഫ്സുൻ,
ഒരാൾക്കും തന്നെ അറിയില്ല. മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അഅ്യുൻ, കണ്ണിന് കുളിർമയായി കൊണ്ട് സജ്ജനങ്ങൾക്ക് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഒരാൾക്കും തന്നെ അറിയില്ല. ജസാഅം ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന് ഉത്തമമായ പ്രതിഫലമെന്നോണം. അത്രയും വലിയ അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്നത്. വിശാലമായ ഹദീസുകളും ഒരുപാട് ആയത്തുകളും ഉള്ള ഒരു വിഷയമാണിത്. ഏതായാലും നമുക്ക് അതിൽ വളരെ പ്രധാനപ്പെട്ട, എൻ്റെ അറിവിനും നിങ്ങളുടെ സമയത്തിൻ്റെ പരിധിക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് സംസാരിക്കാം. സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യർ മഹ്ശറയിൽ വിചാരണ കഴിഞ്ഞ്, വിചാരണ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന, യുഗങ്ങൾ നീണ്ടു നിൽക്കുന്ന വിചാരണ കഴിഞ്ഞ് 3 ഗ്രൂപ്പുകളായി തിരിയും മനുഷ്യർ. അതിലൊരു വിഭാഗം നരകക്കാരാണ്, ഒരു വിഭാഗം ആറാഫിലേക്കുള്ളവരാണ്, നരകത്തിലും സ്വർഗത്തിലേക്കും ഇല്ലാത്തവരാണ്. അവരുടെ പ്രത്യേകത, അവരുടെ നന്മയും തിന്മയും തൂക്കുമ്പോൾ തുലാസ് സമമാണ്. നന്മ അധികമായാലേ സ്വർഗത്തിലേക്ക് പോവുള്ളൂ, തിന്മ അധികമായാലേ നരകത്തിലേക്ക് പോവുള്ളൂ. പക്ഷേ അവരുടെ തിന്മ കൊണ്ട് അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല, നന്മ കൊണ്ട് അവർക്ക് നരകത്തിലേക്കും പോകാൻ പറ്റുന്നില്ല. അവരെ അല്ലാഹു ആറാഫ് എന്ന് പറയുന്ന പ്രത്യേക സ്ഥലത്തേക്ക് പറഞ്ഞേക്കും. പക്ഷെ അവരവിടെ ശാശ്വതമല്ല, കുറേ കാലം കഴിയുമ്പോൾ അവരും സ്വർഗത്തിലേക്ക് പോകും. 3ാമത്തെ വിഭാഗം മഹാഭാഗ്യവാന്മാരായ, പുണ്യവാന്മാരായ, മഹാന്മാരായ സ്വർഗവാസികളാണ്. ഈ 3 വിഭാഗമായി മഹ്ശറയിൽ മനുഷ്യവംശം മുഴുവൻ തിരിയുമെന്നാണ്. വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില VIP-കൾ, ആൾക്കാർ ഇങ്ങനെ വിചാരണ നടത്തുന്നുണ്ടാവും. ചിലപ്പോൾ പടച്ചോൻ മഹ്ശറയിലേക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ വിചാരണയൊന്നുമില്ലാതെ ഒരു വിഭാഗം ആളുകൾ അതിവേഗം ആ മഹ്ശറയിലൂടെ സ്വർഗത്തിലേക്ക് പോകും. 70,000 ആളുകൾക്ക് വിചാരണയേ ഇല്ല. അവർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്കാണ്, അവർക്ക് വിചാരണ ഒന്നുമില്ല. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ഈ 3 വിഭാഗമായി തിരിഞ്ഞു. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് സ്വർഗത്തിലേക്ക് പോകുന്നവരെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യന്മാരെ കുറിച്ച് എമ്പാടും വിവരണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൂട്ടം കൂട്ടമായിട്ടാണ് ആളുകൾ സ്വർഗത്തിലേക്ക് പോകുക. ഓരോ കൂട്ടങ്ങളുണ്ടാവും, എല്ലാവരും ഒരുമിച്ചല്ല സ്വർഗത്തിലേക്ക് പോവുക, ഓരോ കൂട്ടങ്ങളായിട്ടാണ് ആളുകൾ സ്വർഗത്തിലേക്ക് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ തന്നെ ഓരോ കൂട്ടമായിട്ടായിരിക്കും ആളുകൾ സ്വർഗത്തിലേക്ക് പോവുക. ആ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ മുഖങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് ഖുർആൻ വിവരിക്കുന്നുണ്ട്. സൂറത്തുൽ ആലി ഇംറാനിലൂടെ അല്ലാഹു പറയാൻ, യൗമ തബിയദ്ദു വജൂഹു വതസ്വദ്ദു വജൂഹ് فأما الذين اسودت وجوههم أكفرتم بعد إيمانكم فذوقوا العذاب بما كنتم تكفرون وأما الذين ابيضت وجوههم ففي رحمة الله هم فيها خالدون. ആ ദിവസം ചില മുഖങ്ങളതാ പ്രകാശപൂരിതമായിരിക്കും, വെളുത്തതായിരിക്കും. ചില മുഖങ്ങൾ കറുത്തതായിരിക്കും. ആ കറുത്ത മുഖങ്ങൾ കഫർതും ബഅദ ഈമാനിക്കും, വിശ്വാസത്തിന് ശേഷം കുഫറിലേക്ക് കൂപ്പുകുത്തിയ ഹതഭാഗ്യവാന്മാരാണവർ. എന്നാൽ വഅമ്മല്ലദീന ബിയദ്ദത് വുജൂഹും, ആരുടെ മുഖമാണോ പ്രകാശപൂരിതമായിരിക്കുന്നത്, ആരുടെ മുഖമാണോ അന്ന് വെളുത്തിരിക്കുന്നത്, ഫഫീ റഹ്മത്തില്ലാഹ്, അവരല്ലാഹുവിന്റെ കാരുണ്യത്തിലേക്കുള്ള പ്രയാണത്തിലായിരിക്കും, അവരല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിലായിരിക്കും. വഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളുമായിരിക്കും. സ്വർഗവാസികളുടെ മുഖങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ആ പ്രകാശത്തിന് വ്യത്യാസമുണ്ട്. ഏറ്റവും മുന്നിൽ പോകുന്ന ആളുകളുടെ മുഖം ചന്ദ്രനെ പോലെ കൂടുതൽ പ്രകാശിക്കുന്നുണ്ടാവും. അതിന് പിന്നാലെ പോകുന്ന കൂട്ടത്തിൻ്റെ മുഖങ്ങൾ നക്ഷത്രങ്ങളെ പോലെ കുറച്ചുകൂടി കുറഞ്ഞിട്ടായിരിക്കും പ്രകാശിക്കുക. അതിൻ്റെ പിന്നാലെ പോകുന്നവരുടെ മുഖങ്ങൾ കുറച്ചുകൂടി കുറച്ച് പ്രകാശമായിരിക്കും. അങ്ങനെ പിന്നിലേക്ക് വരുന്തോറും പ്രകാശം ഇങ്ങനെ കുറഞ്ഞു 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 വരുന്നതാണ്. സ്വർഗത്തിലെ ദർജക്കും അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല 1ാമത്തെ വിഭാഗത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കൂട്ടം കൂട്ടമായി ഏറ്റവും മുന്നിൽ ഉണ്ടാവുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമായിരിക്കും. അതിന്റെ പിന്നിൽ ഉണ്ടാവുക താബികളും തബഅ താബികളും. അതിന്റെ പിന്നിൽ വേറൊരു വലിയ
സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പ്രവാചകന്റെയും സഹാബത്തിന്റെയും കൂടെ തന്നെ ഈ കാലഘട്ടത്തിൽ ജീവിച്ച ആഖിരീങ്ങളായ പിൽക്കാലത്ത് വരുന്ന ആളുകൾ ആ പ്രവാചകന്റെയും സഹാബത്തിന്റെയും കൂടെ തന്നെ അവരുടെ അമലുകൾക്കനുസരിച്ച്, കർമ്മങ്ങൾക്കനുസരിച്ച്, ഇൽബുകൾക്കനുസരിച്ച് അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇത്ര വലിയ സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. പ്രവാചകന്റെ ചാരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഒക്കെ കൂടെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്ന ആ ഒരു രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം വേറെ എന്താണ് നമുക്ക് കിട്ടാനുള്ളത്? അങ്ങനെ ഓരോ വിഭാഗമായിട്ട് അങ്ങനെ പോകുമെന്നാണ്. അങ്ങനെ അവർ ആ സ്വർഗത്തിന്റെ വാതിലേക്ക് അടുക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നു, സൂറത്തു സമറിലൂടെ അല്ലാഹു പറയാണ്, വസീഖല്ലദീന തഖൗ റബ്ബഹും മിനൽ ജന്നതി സുമറാ. സ്വർഗവാസികൾ, അല്ലാഹുവിനെ സൂക്ഷിച്ച ആളുകൾ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് പ്രയാണം നടത്തുമ്പോൾ ആ സ്വർഗത്തിന്റെ അടുത്തേക്ക് അവരെങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഹത്താ ഇദാ ജാഊഹാ, അവരാ സ്വർഗത്തിന്റെ വാതിൽക്കൽ എത്തി നിൽക്കുമ്പോ വഫുതിഹത് അബ്വാബുഹാ, അതിന്റെ വാതിലുകൾ അതാ തുറക്കപ്പെടുകയാണ്. വഖാല ലഹും ഖസനതുഹാ, ആ സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. ആ 8 വാതിലുകൾക്കും കാവൽ മാലാഖമാരുണ്ട്, കാവൽക്കാരുണ്ട്. ആ കാവൽക്കാരായ മലക്കുകൾ വഖാല ലഹും ഖസനതുഹാ, അവരോട് പറയുകയാണ്, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം. തുബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ ഏറ്റവും നന്നായി പ്രവർത്തിച്ചിരിക്കുന്നു, ഏറ്റവും നന്നായി ജീവിതം തീർത്തിരിക്കുന്നു, ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിന്റെ തൃപ്തി നിങ്ങൾ നേടിയിരിക്കുന്നു. മരിക്കാൻ പോകുന്ന സമയത്ത് സ്വർഗവാസികളോട് മലക്കുകൾ വിളിച്ചു പറയുന്നതും അത് തന്നെയാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ശാന്തി അടഞ്ഞ ആത്മാവേ, ഇത് മടങ്ങാനുള്ള സമയമാണ്, തിരിച്ചുപോക്കിനുള്ള സമയമാണ്. അള്ളാഹിനെ കുറിച്ച് തൃപ്തിപ്പെട്ട രീതിയിൽ, അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിൽ അള്ളാഹുവിന്റെ അടിയാറുകളിലേക്ക്, അവന്റെ സുഖാനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ യാത്രയായിക്കൊള്ളുക. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ. മരണത്തിന്റെ സമയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളാൽ അവനെ സ്വർഗ്ഗത്തിനെ കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അവൻ ആ സ്വർഗ്ഗത്തിന്റെ വാതിലിൽ എത്തി നിൽക്കുമ്പോൾ മലക്കുകൾ അവനോട് പറയാണ്, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം. തുബ്തും, വെൽ ഡൺ എന്നാണ് അതിന്റെ അർത്ഥം. തുബ്തും എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി നിങ്ങൾ പ്രവർത്തിച്ചു. ഫദ്ഖുലൂഹാ ഖാലിദീൻ, ഇനി നിങ്ങൾക്ക് നാശമില്ല, ഇനി നിങ്ങൾക്ക് അവസാനമില്ല, ഇനി നിങ്ങൾക്ക് ഈ സുഖത്തിനൊരു പര്യവസാനമില്ല. എന്നേക്കുമായി ഈ സുഖാനുഗ്രഹത്തിൽ നിങ്ങൾ സ്വച്ഛന്തം വിഹരിച്ചു കൊള്ളുക എന്ന് ആ മലക്കുകൾ ആ മനുഷ്യന്മാരോട്, ആ സ്വർഗവാസികളോട് പറയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ വാതിലുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 8 വാതിലുകളുണ്ട് സ്വർഗത്തിന്. ആ 8 വാതിലുകളും 8 പേരുകൾ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ 8 പേരുകളും എങ്ങനെയാണ്? ഓരോരാളുടെ കർമ്മത്തിനനുസരിച്ച് അള്ളാഹു പേരിട്ടതാണ്. നമ്മുടെയൊക്കെ കർമ്മങ്ങൾ വിഭിന്നമാണ്. ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ കർമ്മങ്ങൾ വിഭിന്നമാണ്. ചില ആളുകൾ നല്ലോണം നിസ്കരിക്കാൻ 1-ാമത്തെ സഫിൽ എപ്പോഴും ഉണ്ടാവും. ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലെത്തും, ബാങ്കിന് ഇഖാമത്തിന്റെ ഇടയിൽ പള്ളിയിലുണ്ടാവും, സുന്നത്തൊക്കെ കൃത്യമായിരിക്കും, കൃത്യമായിട്ട് 1-ാമത്തെ സഫിൽ ഉണ്ടാവും. ചില ആളുകൾ നിസ്കാരത്തിന് ചിലപ്പോൾ 2-മത്തെയോ 3-മത്തെയോ സഫിലായിരിക്കും. പക്ഷെ നോമ്പിന്റെ വിഷയത്തിലെത്തുമ്പോൾ കൃത്യമായ സുന്നത്ത് നോമ്പുകൾ അയാളുടെ കിതാബിൽ ഉണ്ടാവും. ഫർദ് നോമ്പുകൾക്ക് കൂടുതൽ ആത്മാർത്ഥത ഉണ്ടാവും. ചില ആളുകൾ നിസ്കാരത്തിന്റെ കാര്യത്തിലും സുന്നത്ത് നോമ്പിന്റെ കാര്യത്തിലും എല്ലാം പുറകോട്ടായിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിർലോഭം ചെലവഴിക്കും, ഒരു മടിയും ഉണ്ടാവില്ല. അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവരങ്ങനെ ചെലവഴിക്കും. ചില ആളുകൾ ഈ 3-ലും പുറകോട്ടായിരിക്കും. പക്ഷേ ഈ 3-ലും പിറകോട്ട് എന്ന് പറയുമ്പോൾ തീരില്ല എന്നല്ല കേട്ടോ. നിസ്കാരത്തിൽ പിറകോട്ട് എന്ന് പറയുമ്പോൾ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരണം, പക്ഷെ 1-ാമത്തെ സഫിൽ ഉണ്ടാവില്ല. 2-മത്തെയോ 3-മത്തെയോ സഫിലായിട്ട് അയാൾ ഉണ്ടാവണം, എന്നാലേ സ്വർഗ്ഗവാസികളിൽ പെടുള്ളൂ. ഇത് 3-ലും ബാക്കോട്ടായിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ദാവത്തിന്റെ വീതിയിൽ അയാൾ എപ്പോഴും സജീവമായിരിക്കും. ജിഹാദിന്റെ മാർഗത്തിൽ അയാൾ എപ്പോഴും സജീവമായിരിക്കും. ഇങ്ങനെ വ്യത്യസ്തങ്ങളാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് സ്വർഗത്തിന്റെ വാതിലുകളും ഉണ്ട് എന്നാണ്. സ്വർഗത്തിലെ 1-ാമത്തെ വാതിലാണ് ബാബ സ്വലാത്ത്, നമസ്കാരം
നമസ്കാരത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകിയവർ, നിസ്കാരം കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തവർ, അവരെ ബാബു സ്വലാത്ത് എന്ന് വിളിക്കും. ഒരു വാതിലിന്റെ രണ്ട് തൂണുകൾക്കിടയിലുള്ള അകലമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ്? 40 വർഷത്തെ വഴിദൂരമാണ്. ആരുടെ 40 വർഷത്തെ വഴിദൂരം? അല്ലാഹു അലം, അത് നമുക്കറിയില്ല. നമ്മൾ ഇന്നൊരു പ്രകാശവർഷം എന്നൊക്കെ കണക്കാക്കലുണ്ട്. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു വർഷം മുഴുവൻ സഞ്ചരിക്കുന്ന ദൂരത്തിനാണ് പറയുക. ചിലപ്പോൾ അതായിരിക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ വേഗതയുള്ള മറ്റെന്തെങ്കിലും 40 വർഷം സഞ്ചരിച്ചാലുള്ള ദൂരമായിരിക്കാം. ഏതായാലും 40 വർഷത്തെ വഴിദൂരമാണ് സ്വർഗത്തിലെ ഒരു വാതിലിന്റെ രണ്ട് തൂണുകൾക്കിടയിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒന്നാമത്തെ വാതിലാണ് ബാബു സ്വലാത്ത്. നമസ്കാരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയ ആളുകളെ ആ ബാബു സ്വലാത്തിലൂടെ അഹ്ലൻ വസഹ്ലൻ എന്ന് പറഞ്ഞ് ആ വാതിലിലൂടെ വിളിക്കും. രണ്ടാമത്തെ വാതിലാണ് ബാബൽ ജിഹാദ്. ജിഹാദിന്റെ വാതിലാണത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെട്ടവർ, ദഅവത്തിൽ ഏർപ്പെട്ടവർ, പ്രയാസങ്ങൾ സഹിച്ചവർ, ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചവർ, ജീവിതത്തിൽ കളിയാക്കലുകളും അപഹസിക്കലും പരിഹസിക്കലുകളും നേരിട്ടവർ, അവരെ ബാബുൽ ജിഹാദിലൂടെ അഹ്ലൻ വസഹ്ലൻ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചുകൊണ്ടേയിരിക്കും. മൂന്നാമത്തെ വാതിലാണ് ബാബു സദഖ. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂടുതലായി സദഖ നൽകിയവർ, കൂടുതലായി ദാനം നൽകിയവർ, ആ ദാനം നൽകിയവരെ ഈ ബാബു സദഖയിലൂടെ വിളിക്കപ്പെടുമെന്നാണ്. നാലാമത്തെ വാതിലാണ് ബാബർ റയ്യാൻ. റയ്യാൻ വാതിൽ നോമ്പിന് കൂടുതൽ പ്രാധാന്യം നൽകിയവർക്കുള്ളതാണ്. സുന്നത്ത് നോമ്പുകൾ കൊണ്ടും ഫർദ് നോമ്പുകൾ കൊണ്ടും ജീവിതത്തിന്റെ പാപക്കറകൾ കഴുകിക്കളയുകയും നന്മയുടെ ഏടുകളിൽ സമ്പാദനമുണ്ടാക്കുകയും ചെയ്ത ആളുകൾക്ക് ബാബർ റയ്യാനിലൂടെ അവരെ വിളിക്കപ്പെടുമെന്നാണ്. അഞ്ചാമത്തെ വാതിൽ ബാബൽ ഹജ്ജ് എന്നാണ്. ഒരുവിധം മുസ്ലിങ്ങളിൽപ്പെട്ട എല്ലാവരെയും, ഒരുപക്ഷേ ഹജ്ജ് ചെയ്ത എല്ലാവരെയും ഈ വാതിലിലൂടെ വിളിക്കപ്പെടുമെന്നാണ്. ആറാമത്തെ വാതിൽ ബാബൽ ഖാദിമീൻ അൽ ഗൈദ വൽ ആഫീന അനിൻ നാസ്. അങ്ങനെ ഒരു വാതിലുണ്ട്. അതായത് ക്ഷമാലുക്കളായ ആളുകൾ, ഒരുപാട് മാപ്പ് നൽകുന്ന ആളുകൾ, ഒരുപാട് വിട്ടുവീഴ്ച നൽകുന്ന ആളുകൾ, ആ ആളുകളെ പ്രത്യേകമായി വിളിക്കപ്പെടുന്ന ഒരു വാതിലാണ് ബാബൽ ഖാദിമീൻ അൽ ഗൈദ വൽ ആഫീന അനിൻ നാസ്. ഏഴാമത്തെ വാതിലാണ് ബാബൽ ഈമാൻ. ഈമാനിന്റെ വാതിൽ. ഈമാനിൽ കൂടുതൽ കാഠിന്യമുള്ള ആളുകൾ, ഈമാനിൽ കൂടുതൽ കാർക്കശ്യമുള്ള ആളുകൾ, ആ കാർക്കശ്യമുള്ള ആളുകളെ ഈ വാതിലിലൂടെ വിളിക്കുമെന്നാണ്. എട്ടാമത്തെ വാതിലാണ് ബാബ ദിക്ർ. ദിക്റിന്റെ വാതിൽ. അള്ളാഹുവിനെ കൂടുതലായി ഓർക്കുകയും കൂടുതലായി സ്മരിക്കുകയും ജീവിതത്തിന്റെ നല്ല ഒരു ഭാഗം അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്ത ആളുകൾ വിളിക്കപ്പെടുന്ന വാതിലാണ് ബാബ ദിക്ർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഈ 8 വാതിലൂടെയും വിളിക്കപ്പെടുന്ന ഭാഗ്യവാന്മാർ ആരെങ്കിലും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അർജു അൻ തകൂന മഅ അൻതകൂനമിൻ. അബൂബക്കർ, താങ്കൾ അതിൽ പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ 8 വാതിലൂടെയും വിളിക്കപ്പെടുമെന്നാണ്. ചില ആളുകളെ സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെയും മലക്കുകൾ മത്സരിച്ച് വിളിക്കും. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് വുളൂ ചെയ്യുമ്പോൾ നന്നായി കൈകളും മുഖങ്ങളും എല്ലാം കഴുകുകയും എന്നിട്ട് വുളൂവിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നിത്യമായി ചൊല്ലുകയും ചെയ്യുന്ന മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരെ സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെയും വിളിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, 8 വാതിലിലൂടെ വിളിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു വാതിലിലൂടെ പ്രവേശിക്കാനുള്ള അവസരം നമുക്ക് കിട്ടിയാൽ മതി. സുബ്ഹാനല്ലാഹ്, പ്രവാചകന്റെ ഹദീസിൽ നമുക്ക് കാണാം, 40 വർഷം വഴിദൂരമുള്ള ഈ 2 പില്ലറുകൾ ഉണ്ടല്ലോ, ഈ 2 തൂണുകൾ, ആ തൂണുകൾക്കിടയിൽ വിശ്വാസികൾ നിറഞ്ഞു കവിയുമെന്നാണ്. അത്രത്തോളം നമുക്ക് വലിയൊരു പ്രതീക്ഷ തരുന്ന ഹദീസാണത്. ഒരുപാട് വിശ്വാസികൾ, അതേപോലെ തന്നെ നരകത്തിന്റെ ആഴത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു കല്ല് താഴെയിട്ടാൽ 70 വർഷം എടുത്താലും അത് താഴെ എത്തൂല എന്നുള്ളതാണ്. അത്രയും ആഴമുള്ള നരകം മുഴുവൻ നിറഞ്ഞു കവിയുമെന്നാണ്. സ്വർഗത്തിന്റെ വാതിലിലും തിരക്കുണ്ടാവും, തിരക്കും ഉണ്ടാവും സ്വർഗത്തിന്റെ വാതിലിലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഓരോ ആളുകളുടെ ദറജക്കനുസരിച്ചാണ് സ്വർഗത്തിലേക്ക് കടക്കുക. എങ്ങനെയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോവുക? ഈ രൂപത്തിലാണോ, ഈ ഭാവത്തിലാണോ? ഒരിക്കലുമല്ല. സ്വർഗത്തിലേക്ക് പോകുന്ന മനുഷ്യന്മാരുടെ പ്രായത്തെക്കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് 33 വയസ്സാണ്. എല്ലാവർക്കും ഒരേ വയസ്സായിരിക്കും, ആണിനും പെണ്ണിനും എല്ലാം ഒരേ വയസ്സായിരിക്കും, 33 വയസ്സ്. എന്താണ് ഈ 33 വയസ്സിന്റെ പ്രത്യേകത? അതിനൊരു പ്രത്യേകതയുണ്ട്. മനുഷ്യൻ 1-ാമത്തെ വയസ്സ് മുതൽ 10-ാമത്തെ വയസ്സ് വരെ ശിശുവാണ്. അവന് ലോകത്തെക്കുറിച്ച് ശരിക്കറിയില്ല. ഈ ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്ന ശരിയായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവില്ല. 10-ാമത്തെ വയസ്സ് മുതൽ 20-ാമത്തെ വയസ്സ് വരെ അവൻ ഈ ലോകത്തെക്കുറിച്ച് പഠിക്കുന്ന വയസ്സാണ്.
മനസ്സിലാക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ്. അവൻ്റെ ശരീരത്തിൽ പ്രധാനമായ മാറ്റങ്ങൾ വരുന്ന സമയമാണ്. 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ സ്വപ്നങ്ങളുടെ കാലഘട്ടമാണ്. എന്തൊക്കെയോ നേടിയെടുക്കണം, എന്തൊക്കെയോ ചെയ്യണം, വിവാഹ ജീവിതത്തെക്കുറിച്ചും അതുപോലെ ഭാവിയിലെ ജോലിയെക്കുറിച്ചും കച്ചവടത്തെക്കുറിച്ചും എല്ലാമുള്ള വലിയ വലിയ പ്രതീക്ഷകളുടെ കാലഘട്ടമാണ് 20 മുതൽ 30 വരെ. 30 മുതൽ 40 വരെയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ജീവിതത്തെ അതിൻ്റെതായ രീതിയിൽ കാണാൻ തുടങ്ങുന്നത്. യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരും. എന്താണ് ജീവിതം, എൻ്റെ പരിമിതികൾ എന്താണ്, എൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, എന്താണ് കുടുംബജീവിതം എന്നൊക്കെ മനസ്സിലാക്കി ഒരു പക്വതയിലേക്കും വിവേകത്തിലേക്കും എത്തി ജീവിതത്തെ അതിൻ്റെതായ രീതിയിൽ അനുഭവിക്കാൻ തുടങ്ങുന്ന ഒരു പ്രായമാണ് 30 മുതൽ 40 വരെ. അതുകൊണ്ടാണ് നുബുവത്തിൻ്റെ പ്രായമായിട്ട് പടച്ചോൻ 40ാമത്തെ വയസ്സ് തിരഞ്ഞെടുത്ത്. ഹിക്മത്ത് പൂർത്തിയാകുന്ന പ്രായമാണത്, പക്വത പൂർത്തിയാവുന്ന പ്രായമാണത്. ഒരിക്കലും ഒരു 20 വയസ്സുകാരനും 40 വയസ്സുകാരനും ലോകത്തെ കാണുന്നത് ഒരുപോലെ ആയിരിക്കൂല. ഇപ്പോൾ ഒരു 14-15 വയസ്സുള്ള ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 20 വയസ്സ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ സംഭവിക്കുമെന്ന് ഉള്ളിൽ ചിന്തിക്കുന്ന ഒരു പ്രായമാണ്. 20 വയസ്സാകുമ്പോൾ ഞാൻ എന്തായിരിക്കും, എന്തെങ്കിലുമൊക്കെ ആവും, എവിടെയെങ്കിലൊക്കെ എത്തും, എല്ലാ കുട്ടികളുടെ മനസ്സിലുണ്ടാവും. 20 മുതൽ 30 വരെയും അതുപോലെ തന്നെ ആയിരിക്കും. 30 വയസ്സാകുമ്പോൾ ഞാൻ ഭയങ്കര സംഭവമായിട്ടുണ്ടാവും, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ചിന്ത ഉണ്ടാവും. 30 വയസ്സാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ എൻ്റെ പരിമിതി ഇതാണ്, ഞാൻ ഇതാണ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞാനില്ല, ഞാൻ ചെയ്യുന്നതേ ഞാനായി മാറും, ഞാൻ ഏത് വഴിയിലൂടെയാണ് പോകുന്നത് ആ വഴിയുടെ എൻഡിലേ ഞാൻ എത്തുള്ളൂ എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു പ്രായം 30 മുതൽ 40 വരെയാണ്. ആ പ്രായം പക്വതയുടെയും വിവേകത്തിൻ്റെയും അതോടൊപ്പം തന്നെ യുവത്വത്തിൻ്റെ ഊർജ്ജസ്വലത നഷ്ടപ്പെടാത്ത എല്ലാ ആസ്വാദനങ്ങളും അതുപോലെ തന്നെ കിടക്കുന്ന വയസ്സിലാണ് സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു വൃദ്ധയായ സഹാബി വനിത റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഞാൻ സ്വർഗത്തിൽ കടക്കൂ റസൂലേ? റസൂലിൻ്റെ മറുപടി, വൃദ്ധകൾ സ്വർഗത്തിൽ കടക്കൂല എന്നാണ്. വൃദ്ധകൾ സ്വർഗത്തിൽ കടക്കൂല. അവർക്ക് വലിയ സങ്കടമായി, വലിയ പ്രയാസമായി, അവർ കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഈ രൂപത്തിലല്ല സ്വർഗത്തിൽ കടക്കുക. നിങ്ങളുടെ ഈ ചുക്കിച്ചുളിഞ്ഞ തൊലിയോ അല്ലെങ്കിൽ ശോഷിച്ചു പോയ കണ്ണുകളോ കാതുകളോ ബലം ക്ഷയിച്ചു പോയ എല്ലുകളോ അല്ല ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾ നിങ്ങളുടെ പഴയ ആ 33ാമത്തെ വയസ്സിലേക്ക് തിരിച്ചു പോകും. എന്നിട്ട് ആരോഗ്യ ദൃഢഗാത്രയായി യൗവനം തുളുമ്പുന്ന ശരീരത്തോടെ മാത്രമേ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു എന്നാണ്. ആ സ്വർഗവാസികളുടെ രൂപത്തെക്കുറിച്ച്, അവരുടെ നീളത്തെക്കുറിച്ച് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, എല്ലാ സ്വർഗവാസികൾക്കും ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉയരമുണ്ടാകുമെന്നാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉയരം 60 അടിയാണ്. 60 അടി എന്ന് പറഞ്ഞാൽ ഏകദേശം തെങ്ങിൻ്റെ ഉയരം വരും, ഒരു പനയുടെ ഉയരം വരും. അത്രയും വലിയ ഉയരത്തിലായിരിക്കും എല്ലാവരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ രാക്ഷസന്മാരെ പോലെ ഉണ്ടാവില്ല. ഇല്ല, അതാണ് സൗന്ദര്യം. നമുക്ക് നമ്മുടെ ഈ നീളം 5 അടി 6 അടി 4 അടി നീളത്തിൽ നമ്മുടെ ഒരു ബ്യൂട്ടി കൺസെപ്റ്റ് അങ്ങനെ ആയിപ്പോയി. പക്ഷേ നീളം കൂടുന്തോറും എല്ലാവരും അതേ നീളത്തിലാകുമ്പോൾ ആ സൗന്ദര്യം ഒന്ന് വേറെ തന്നെയാണ്. ആ സൗന്ദര്യത്തിലേക്കാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത്, ഹവ്വാ ബിബിയെയും അള്ളാഹു സൃഷ്ടിച്ചത് അതീവ സൗന്ദര്യത്തോടു കൂടിയാണ്. ആ രീതിയിലായിരിക്കും സ്വർഗവാസികൾ എല്ലാവരും ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, സ്വർഗവാസികൾക്ക് താടി ഉണ്ടാവില്ല എന്ന് ഹദീസിൽ. സ്വർഗവാസികളായ പുരുഷന്മാർക്ക് താടി ഉണ്ടാവില്ല. അവിടെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ ക്ലീൻ ഷേവ് ആയിരിക്കും. ഷേവ് ചെയ്യുന്നില്ല, അവർക്ക് ആ മുഖത്ത് രോമങ്ങൾ ഉണ്ടാവില്ല. അവിടുത്തെ ബ്യൂട്ടി കൺസെപ്റ്റ് വേറെ തന്നെയാണ്. സൗന്ദര്യത്തിൻ്റെ ആ ഒരു കാര്യം അവിടെ വേറെ തന്നെയാണ്. ഇവിടെ താടി വെക്കൽ എന്താണ്? സുന്നത്താണ്, റസൂലുള്ളാഹിന്റെ ഇത്തിബാഉ സുന്നത്താണത്. പക്ഷെ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാരുടെ രൂപം അങ്ങനെയാണ്. സ്ത്രീകൾക്ക് ഉള്ള സൗന്ദര്യം ഖുർആനിലും ഹദീസിലും ഒരുപാട് വിവരിച്ചിട്ടുണ്ട്. 60 അടി ഉയരം ഓരോ ആളുകൾക്കും ഉണ്ടാകും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ സ്വർഗത്തിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ആ സ്വർഗത്തിൽ അവർ കയറി കഴിഞ്ഞാൽ, ആ സ്വർഗത്തിൻ്റെ അകത്ത് അവർക്ക് കൃത്യമായിട്ടറിയാം എവിടെയാണ് അവർക്ക് വേണ്ടിയുള്ള സ്ഥലം, എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി മാളികകൾ ഒരുക്കി വെച്ചിരിക്കുന്നത്, അവരുടെ തോട്ടങ്ങൾ എവിടെയാണ്, കൊട്ടാരങ്ങൾ എവിടെയാണ്, അവരുടെ സാമ്രാജ്യങ്ങൾ എവിടെയാണ്, അവർക്ക് എന്തൊക്കെയാണുള്ളത് എന്നെല്ലാം വളരെ കൃത്യമായി ആരും പറഞ്ഞു കൊടുക്കാതെ, ആരും കാണിച്ചു കൊടുക്കാതെ അവർക്ക് കൃത്യമായി അറിയാം. അവിടെ ആ സ്വർഗവാസികൾ ആദ്യമായി സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ മലക്കുകൾ അവരോട് പറയും, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വ ഫിൽ ആഖിറ. ഞങ്ങൾ ദുനിയാവിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു,
ഇവിടെ നിങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളാണ്. നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഈ ലോകത്തും ദുനിയാവിലും നിങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളാണ്. ഈ ദുനിയാവിൽ നമ്മോടൊപ്പം മലക്കുകളുണ്ട്, മുഅ്മിനീങ്ങളായ ആളുകളോടൊപ്പം മലക്കുകളുണ്ട്, നമുക്ക് നന്മ പറഞ്ഞു തരാൻ, നമ്മെ നന്മയിലേക്ക് നയിക്കാൻ, നമ്മെ ചില സമയത്ത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം സംരക്ഷിക്കാൻ. ലഹു മുഅഖിബാതും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാ. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ചില ആപത്തുകളിൽ നിന്നും ചില പ്രയാസങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിച്ചു പിടിക്കാനുള്ള മലക്കുകളുണ്ട്. പക്ഷേ ആ മലക്കുകളുടെ സാന്നിധ്യം നമുക്ക് ഈ ലോകത്ത് തിരിച്ചറിയില്ല. പക്ഷെ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ആ മലക്കുകളെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും, അവരുടെ സംസാരങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും, അവരുമായി നമുക്ക് ചങ്ങാത്തം കൂടാൻ പറ്റും. എല്ലാത്തിനുമുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗവാസികൾക്ക് അവർക്ക് ഒരുക്കി വെച്ച അനുഗ്രഹങ്ങൾ മുഴുവൻ അവർ തിരിച്ചറിയുമെന്നാണ്. ആ സ്വർഗത്തിലെ മണ്ണിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആ സ്വർഗത്തിലെ മണ്ണ് കസ്തൂരിയാണ്, ആ സ്വർഗത്തിലെ കല്ലുകൾ തിളങ്ങുന്ന മാണിക്യങ്ങളും മുത്തുകളുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വർഗത്തിൽ വലിയ വലിയ കെട്ടിടമുണ്ട്. ലാകിനിൽ ലദീന തഖൗ റബ്ബഹും ലഹും ഗുറഫും മിൻ ഫൗഖിഹിം ഗുറഫും മബ്നിയ. ഒന്നിനു മുകളിൽ ഒന്നായി ഉണ്ടാക്കപ്പെട്ട വലിയ വലിയ കൊട്ടാരങ്ങളും വലിയ വലിയ രമ്യഹർമ്മങ്ങളുമെല്ലാം ആ സ്വർഗത്തിൽ അവരെ കാത്തിരിക്കുന്നുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വർഗത്തിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആദ്യമായി കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ഹൗദുൽ കൗസർ വെള്ളമായിരിക്കും. ആ വെള്ളത്തിന്റെ പ്രത്യേകത എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് പാലിനേക്കാൾ വെളുത്ത വെള്ളമാണ്, അത് തേനിനേക്കാൾ മധുരമുള്ളതാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. ഒരിക്കൽ അതിൽ നിന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ദാഹിക്കുന്ന പ്രശ്നമേ ഇല്ല, ഒരിക്കലും ദാഹിക്കില്ല. അതിന്റെ കോപ്പകളുടെ എണ്ണമാകട്ടെ ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് സമാനമാണ്. മുഅ്മിനീങ്ങൾ ആ ഹൗദുൽ കൗസറിന്റെ ചുറ്റിലും കൂടി നിൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹൗദുൽ കൗസർ അവർക്ക് കോരി കുടിക്കുമെന്നാണ്. ഇഷ്ടാനുസരണം യഥേഷ്ടം അവരതിൽ നിന്ന് വെള്ളം കുടിക്കും. ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനും സ്വർഗവാസികൾക്കും നൽകുന്ന ഭക്ഷണം കബ്ദുൽ ഹൂതാണ്, ഒരുതരം മീനിന്റെ കരളാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് സഹിഹായ ഹദീസാണ്. അപ്പോൾ മീൻ കൂട്ടാത്ത ആളുകൾ, മീൻ കഴിക്കാത്ത ആളുകളായിരിക്കും, അപ്പോൾ എനിക്ക് മീൻ ഇഷ്ടമല്ലല്ലോ, അപ്പോൾ എന്താ ചെയ്യുക? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിന്റെ ഓരോ കാര്യങ്ങളും പറയുന്നത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. സ്വർഗത്തിലെ ആപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ആപ്പിൾ അല്ല, ഇവിടുത്തെ ആപ്പിൾ മാല ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ല. സ്വർഗത്തിലെ പക്ഷിമാംസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പക്ഷിമാംസമല്ല ഒരിക്കലും അവിടുത്തെ പക്ഷിമാംസം. ഇവിടുത്തെ ഭക്ഷണ വിഭവങ്ങളല്ല, ഇവിടുത്തെ കെട്ടിടങ്ങളല്ല ഒരിക്കലും അവിടുത്തെ കെട്ടിടങ്ങൾ എന്ന് നാം മനസ്സിലാക്കുന്നത്. വലിയ വ്യത്യാസമുണ്ട് അത് രണ്ടും തമ്മിൽ. പക്ഷെ നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നു എന്നേയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ആ മീനിന്റെ കരൾ ഭക്ഷിച്ചാൽ പിന്നീട് വിശക്കുന്ന പ്രശ്നമേ ഇല്ല. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, സ്വർഗവാസികൾ കാഷ്ടിക്കുകയില്ല, അവർ മൂത്രിക്കുകയില്ല, അവർക്ക് കഫമുണ്ടാവുകയില്ല, അവർക്ക് വിയർപ്പുണ്ടാവുകയില്ല എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ദുനിയാവിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞു, ഹയാത്തു ദുനിയ ഇല്ല മതാഉൽ ഗുറൂർ, ദുനിയാവിലെ വിഭവം വഞ്ചനയുടെ വിഭവമാണെന്ന് പഠിച്ചോൻ പറയുമ്പോൾ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ തടി തന്നെ ശരിക്കൊരു വഞ്ചനയില്ലേ? ദുർഗന്ധം വമിക്കാത്ത എന്താണ് നമ്മുടെ ശരീരത്തിലുള്ളത്? എന്തൊക്കെ ഒന്നുണ്ട്? ഒരു ദിവസം കണ്ണ് കഴുകിയിട്ടില്ലെങ്കിൽ കണ്ണിൻ്റെ ചുറ്റിലും മൊത്തം ചീയാണ്, കണ്ടാൽ അറപ്പ് തോന്നും. കുറച്ച് പൊടിയുള്ള സ്ഥലത്തൂടെ നടന്നാൽ മൂക്കിൻ്റെ ഉള്ളിൽ മുഴുവനും കച്ചറയാണ്, ആളുകൾക്ക് അറപ്പ് തോന്നും. 2 ദിവസം പല്ല് തേച്ചിട്ടില്ലെങ്കിൽ അടുത്ത് നിന്ന് വർത്താനം പറയാൻ പറ്റൂല. ഒരാഴ്ച കുളിച്ചിട്ടില്ലെങ്കിൽ അടുത്ത് നിന്ന് നിസ്കരിക്കുന്ന ഒരു മൂക്ക് പിടിക്കേണ്ട അവസ്ഥ. നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ നമ്മളോട് എത്ര ഇഷ്ടമുള്ള ആളുകളായാലും നമ്മുടെ അടുത്ത് നിൽക്കാൻ ഇഷ്ടപ്പെടുമോ? നമ്മളോട് ഭയങ്കര പ്രേമമുള്ള നമ്മുടെ ഭാര്യ, അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മളോട്, ബാത്റൂമിൽ പോകുമ്പോൾ അടുത്ത് വന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുമോ? ഇല്ല. വയറ്റിന്ന് പോകുന്നത് ദുർഗന്ധമുള്ള സാധനമാണ്, മൂത്രം ദുർഗന്ധമാണ്, ദുർഗന്ധമയമാണ് ഈ ലോകത്തെ ജീവിതം മുഴുവൻ. നമ്മൾ മരിച്ചു കഴിഞ്ഞാലോ മറ്റ് ജീവികളെ പോലൊന്നല്ല പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ മരിച്ചാൽ ഇത്രമാത്രം ദുർഗന്ധം വമിക്കുന്ന ഓരോരു സാധനം ഇല്ല. നമ്മൾ റോഡ് സൈഡിൽ പട്ടി മൂച്ചൊക്കെ ചത്തിട്ട് കാണാറുണ്ട്. കുറച്ച് ചുറ്റളവിൽ ഏതാനും മീറ്റർ ചുറ്റളവിൽ അത് മണക്കുള്ളൂ. ഒരു നാട്ടിൽ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് കബറ് കുഴിക്കേണ്ടി വന്നു 2 മാസം കഴിഞ്ഞിട്ട്. ആ അങ്ങാടി മൊത്തം മണത്തുന്നാണ് പറയുന്നത്. അങ്ങാടി മുഴുവൻ ദുർഗന്ധം കൊണ്ട് വീർപ്പ് മുട്ടിപ്പോയി. അതാണ് മനുഷ്യൻ. ഈ ലോകത്തെ ശരീരം ഇതാണ്. ഈ ലോകത്ത് അല്ലാഹു നമുക്ക് തന്നത് അതാണ്. എത്ര സൗന്ദര്യമുള്ള പെണ്ണാണെങ്കിലും
എത്ര സൗന്ദര്യമുള്ള, വയറ്റിൻ്റെ ഉള്ളിൽ മുഴുവൻ ദുർഗന്ധം വമിക്കുന്നതാണ്. ഒരാഴ്ച കുളിച്ചിട്ടില്ലെങ്കിൽ ആ സൗന്ദര്യത്തിനെ കൊണ്ട് ഒരു കാര്യമില്ല. 2 ദിവസം പല്ലേച്ചിട്ടില്ലെങ്കിൽ ആ സൗന്ദര്യം ഒരിക്കലും ഒരാൾക്കും ആസ്വദിക്കാൻ കഴിയില്ല. ഇതാണ് ഈ ലോകം. പക്ഷേ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ശരീരം എന്താണ്? ആ ശരീരത്തിൽ വിസർജ്യങ്ങളില്ല, മൂത്രമില്ല, മലമില്ല, കഫമില്ല. എത്ര ദിവസം കുളിച്ചിട്ടില്ലെങ്കിലും മണക്കൂല, എത്ര ദിവസം പല്ലേച്ചിട്ടില്ലെങ്കിലും വായി നാറുന്ന പ്രശ്നമില്ല, എത്ര ദിവസം മുഖം കഴുകിയിട്ടില്ലെങ്കിലും കണ്ണിൻ്റെ ചുറ്റിലും പാടയുണ്ടാവില്ല, എത്ര കഴിഞ്ഞാലും മൂക്ക് വൃത്തികേടാവില്ല. കഴിക്കുന്ന ഭക്ഷണമൊക്കെ പിന്നെ എന്താണാവുക? കസ്തൂരിയുടെ സുഗന്ധമുള്ള ഏമ്പക്കങ്ങളായി പുറത്തേക്ക് പോകും. ഹദീസാണ്. സ്വർഗവാസികൾ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ കസ്തൂരിയുടെ മണമുള്ള ഏമ്പക്കങ്ങളായി പുറത്തേക്ക് പോകുന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ആ സ്വർഗത്തിലെ ഒരു മരത്തിൻ്റെ തണലായി പ്രവാചകൻ പഠിപ്പിച്ചു തന്നത്, അതിവേഗത്തിൽ യാത്ര ചെയ്യുന്ന ഒരു കുതിര സവാരിക്കാരൻ 100 വർഷം യാത്ര ചെയ്താലും ആ തണൽ മുറിച്ചു കിടക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച അത്രയും വലിയ മരങ്ങൾ സ്വർഗത്തിലുണ്ട്. വലിയ 30 മൈലോളം ഉയരമുള്ള കെട്ടിടങ്ങൾ സ്വർഗത്തിലുണ്ടെന്ന ഹദീസിൽ കാണാം. 30 മൈൽ, ലോകത്തെ ഏറ്റവും വലിയ കെട്ടിടം ബുർജ് ഖലീഫയാണ്. ഏകദേശം 1 കിലോമീറ്റർ പോലും അത് തികയില്ല. 30 മൈലോളമുള്ള കെട്ടിടങ്ങൾ എമ്പാടും സ്വർഗത്തിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആസ്വദിക്കാൻ മാത്രമുള്ള ലോകമാണത്. അവിടെ റെസ്ട്രിക്ഷനുകളില്ല, അവിടെ ഒരു പരിധിയുമില്ല. എന്തും ആസ്വദിക്കാം ഒരു മനുഷ്യനെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ എന്തും ആസ്വദിക്കാം. പരിശുദ്ധ ഖുർആനിൽ ഉടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്തു റഹ്മാനിലൂടെയും സൂറത്തു വാഖിയയിലൂടെയും സൂറത്തു ദഹറിലൂടെയുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ വലിയ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തരാൻ അല്ലാഹു പറയാൻ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിന്റെ സ്ഥാനത്ത് ഭയന്ന അടിമകൾക്ക് 2 തോട്ടങ്ങളുണ്ട്. ആ 2 തോട്ടങ്ങളുടെ പ്രത്യേകത എന്താണ്? പലതരം ഐശ്വര്യങ്ങളുള്ള, ഒരുപാട് അനുഗ്രഹങ്ങളുള്ള, എണ്ണിയാലൊടുങ്ങാത്ത അനുഭൂതികളുടെ ലോകമായ 2 തോട്ടങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. ആ തോട്ടങ്ങളിൽ ഫീഹിമാ ഐനാനി തജ്രിയാൻ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന 2 നദികൾ ആ തോട്ടങ്ങളിലുണ്ട്. സ്വർഗത്തിലുള്ള നദികളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറൊരു സ്ഥലത്ത് വിവരിച്ചിട്ടുണ്ട്. സൂറത്തുൽ മുഹമ്മദിൽ അല്ലാഹു പറയാൻ, മതലുൽ ജന്നത്തില്ലതി വഇദ المتقون فيها أنهار من ماء غير آسن وأنهار من لبن لم يتغير طعمه وأنهار من خمر لذة للشاربين وأنهار من عسل مصفى. അവിടെ ചില നദികളുണ്ട്. ആ നദികൾ എന്തിന്റെ നദികളാണ്? ഒരിക്കലും കലർപ്പ് വരാത്ത, ഒരിക്കലും നിറം മാറാത്ത, ഒരിക്കലും നിറം മങ്ങിപ്പോകാത്ത ശുദ്ധമായ വെള്ളത്തിന്റെ തടാകങ്ങളാണ്, നദികളാണ്. ഒരിക്കലും രുചിഭേദം വരാത്ത, പുളിച്ചു പോകാത്ത പാലിന്റെ അരുവികൾ ആ സ്വർഗത്തിലുണ്ട് എന്ന് പടച്ചവൻ പറയുന്നു. കുടിക്കുന്ന ആളുകൾക്ക് ആസ്വാദനം നൽകുന്ന സുന്ദരമായ, ശരീരത്തിന് കേടുപാടുകൾ വരുത്താത്ത, ശരീരത്തിന് കുഴപ്പങ്ങൾ വരുത്താത്ത, ആരോഗ്യം നശിപ്പിക്കാത്ത, മത്ത് പിടിക്കാത്ത കള്ളിന്റെ പുഴകൾ, കള്ളിന്റെ നദികൾ ആ സ്വർഗത്തിലുണ്ടെന്ന് പടച്ചവൻ പഠിപ്പിച്ചു തരുന്നു. ശുദ്ധീകരിച്ച തേനിന്റെ ഉറവകൾ, തേനിന്റെ നദികൾ ആ സ്വർഗത്തിലുണ്ട് എന്ന് പടച്ചവൻ പഠിപ്പിച്ചു തരുന്നു. വലഹും ഫീഹാ മിൻ കുല്ലി തമറാത്ത് വമഗ്ഫിറതും മിർ റബ്ബിഹിം. അവർക്ക് ആ സ്വർഗത്തിൽ എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളുമുണ്ട്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പാപമോചനവുമുണ്ട്. കള്ളിന്റെ നദി, പാലിന്റെ നദി, തേനിന്റെ നദി, ഒരിക്കലും ഒടുങ്ങാത്ത വെള്ളത്തിന്റെ നദി, ഇതെല്ലാം സ്വർഗത്തിലുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ, ഇതൊന്നും കഥയല്ല, കേവലം നമ്മൾ കൊതിപ്പിക്കാനുള്ള യാഥാർത്ഥ്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ. പ്രവാചകൻ ആവർത്തിച്ച് പറഞ്ഞതാണ്, സ്വർഗ്ഗം സത്യമാണ്, നരകം സത്യമാണ്. ഈ പറയുന്ന അരുവികളെല്ലാം തീർച്ചയായും നമ്മൾ അവിടെ വെച്ച് കാണുക തന്നെ ചെയ്യും. നരകവാസികൾ സ്വർഗ്ഗവാസികളോട് ചോദിക്കുന്നുണ്ട്. ഖുർആൻ പറയാൻ, വനാജാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ ഫഹൽ വജദ്തും
നരകവാസികൾ സ്വർഗവാസികളോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് പറഞ്ഞ ഈ ശിക്ഷകൾ ഇതാ ഞങ്ങൾക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഞങ്ങളിതാ ഇവിടെ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പ്രയാസത്തിലാണ്, ശിക്ഷയിലാണ്. അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഒട്ടനവധി സുഖഭോഗങ്ങളുണ്ടല്ലോ, ഒട്ടനവധി അനുഭൂതികളുണ്ടല്ലോ, രസങ്ങളുണ്ടല്ലോ, അതെല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അതെല്ലാം നിങ്ങൾക്ക് വന്നെത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വർഗവാസികൾ മറുപടി പറയുകയാണ്, ഖാലൂ നഅം, തീർച്ചയായും കിട്ടിയിട്ടുണ്ട്, അതും അതിൻ്റെ അപ്പുറത്തും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ആ സുഖത്തിൻ്റെയും രസത്തിൻ്റെയും അനുഭൂതിയുടെയും നടുവിൽ തന്നെയാണെന്ന് സ്വർഗവാസികൾ അവിടെ വെച്ച് മറുപടി പറയുമെന്നാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്വർഗത്തിൽ യഥാർത്ഥമായി ഉള്ളതാണ്. എന്നിട്ട് അല്ലാഹു വിവരിക്കുന്നു, ഫീഹിമാ മിൻ കുല്ലി ഫാകിഹത്തിൻ സൗജാൻ, എല്ലാ പഴവർഗ്ഗങ്ങളിലുമുള്ള ഈ രണ്ട് ഇണകൾ സ്വർഗത്തിൽ അവർക്ക്, ആ തോട്ടത്തിൽ അവർക്കുണ്ടാകും. ഒരു തോട്ടത്തെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. സ്വർഗവാസികൾക്ക് കിട്ടാൻ പോകുന്ന ഒട്ടനവധി തോട്ടങ്ങൾ, ഒട്ടനവധി കൊട്ടാരങ്ങൾ, ആ കൊട്ടാരങ്ങളിലും തോട്ടങ്ങളിലും ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായി ലഭിക്കാൻ പോകുന്ന പ്രത്യേകമായ രണ്ട് തോട്ടങ്ങളെ കുറിച്ചാണ് ഇവിടെ അല്ലാഹു സംസാരിക്കുന്നത്. എന്താണ് പറയുന്നത്? അവിടെ എല്ലാ പഴവർഗ്ഗങ്ങളുടെയും രണ്ട് ഇണകൾ ഉണ്ടാകുമെന്നാണ്. ഈ പഴവർഗ്ഗങ്ങൾ അവർക്ക് നൽകപ്പെടുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നു, കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ തമറത്തിർ റിസ്ഖാ ഖാലൂ ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ലു വഅതൂ ബിഹി മുതശാബിഹാ. ഓരോ പഴങ്ങളും അവർക്ക് നൽകപ്പെടുമ്പോൾ അവർ പറയുകയാണ്, ഇത് മുമ്പും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടല്ലോ, ഇത് മുമ്പും ഞങ്ങൾ രുചിച്ചിട്ടുണ്ടല്ലോ. ഇല്ല ഇല്ല, ആ പഴങ്ങൾ അതിന്റെ മുമ്പ് ഒരിക്കലും അവർ കഴിച്ചിട്ടില്ല. അവർക്കതിനോട് സാദൃശ്യമുള്ളത് മാത്രമേ നൽകിയിട്ടുള്ളൂ. ഓരോ പഴവർഗ്ഗങ്ങളുടെയും വ്യത്യസ്തമായ രണ്ട് ഇണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തോട്ടത്തിൽ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു കൊടുക്കുമെന്നാണ്. വഫവാകിഹു മിമ്മാ യഷ്തഹൂൻ, ഏതൊക്കെ പഴങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ടോ ആ പഴങ്ങളെല്ലാം അവർക്ക് സ്വർഗത്തിൽ പടച്ചോൻ നൽകുമെന്നാണ്. മാത്രമല്ല, ആ പഴങ്ങൾ അവർ കൊതിച്ചു കഴിഞ്ഞാൽ മരത്തിന്റെ മുകളിൽ കയറേണ്ട ആവശ്യമില്ല, കൊക്കയിട്ട് പറിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്വർഗവാസി മരത്തിന്റെ മുകളിലുള്ള പഴം ഭക്ഷിക്കാൻ ആഗ്രഹിക്കുമ്പോ ആ ചില്ലയതാവങ്കലേക്ക് താഴ്ന്നു വരികയാണ്. എന്നിട്ട് അവന്റെ കൈയെത്തി പറിക്കാവുന്ന രൂപത്തിലേക്ക് അവൻ ആ ചില്ല താഴ്ന്നു കൊടുക്കുമെന്ന് പരിശുദ്ധ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. എന്നിട്ടല്ല പറയുകയാണ്, മുത്തഖീന അലാ ഫുർഷിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖിൻ വജനൽ ജന്നതൈനി ദാൻ. അവർ ഉൾഭാഗം കട്ടിയുള്ള പട്ടുകൊണ്ട് നിർമ്മിച്ച പരവതാനികളിൽ ചാരിയിരുന്നു കൊണ്ട് സുഖിക്കുന്നവരായിരിക്കും. ഫീഹിന്ന ഖാസിറാത്തുത് തർഫി ലം യത്മിത്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ. മുമ്പൊരിക്കലും ജിന്നുകളോ ഇൻസുകളോ സ്പർശിച്ചിട്ടില്ലാത്ത ഭർത്താക്കന്മാരെ മാത്രം സ്നേഹിക്കുന്ന, തങ്ങളുടെ ഇണകളെ മാത്രം സ്നേഹിക്കുന്ന ഉന്നതങ്ങളായ തരുണീമണികൾ ആ സ്വർഗങ്ങളിലാ ആ തോട്ടങ്ങളിൽ ഉണ്ടായിരിക്കും. കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ, അവർ മാണിക്യം പോലെയും രത്നം പോലെയുമായിരിക്കും. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മക്ക് നന്മയില്ലാതെ പകരം പ്രതിഫലമുണ്ടോ? വമിൻ ദൂനിഹിമാ ജന്നതാൻ, ഇതൊന്നും കൂടാതെ വേറെയും രണ്ട് തോട്ടങ്ങൾ പടച്ചോൻ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ തോട്ടങ്ങളുടെ പ്രത്യേകത എന്താണ്? മുദ്ഹാമ്മതാൻ, കടും പച്ച നിറമുള്ള കണ്ണിനാനന്ദകരമായ രണ്ട് തോട്ടങ്ങൾ പടച്ചോൻ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഫീഹിമാ ഐനാനി നദ്ദാഖതാൻ, കുതിച്ചൊഴുകിക്കൊണ്ടിരിക്കുന്ന രണ്ട് പുഴകൾ അതിലവർക്ക് കാണാൻ കഴിയുന്നതാണ്. ഫീഹിമാ ഫാകിഹതു വനഖ്ലു വറുമ്മാൻ, വ്യത്യസ്തമായ പഴങ്ങളും പ്രത്യേക തരത്തിലുള്ള ഈത്തപ്പഴങ്ങളും പ്രത്യേക തരത്തിലുള്ള റുമ്മാനും അവർക്കവിടെ കാണാവുന്നതാണ്. ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, സൗന്ദര്യം കൊണ്ടും സ്നേഹം കൊണ്ടും അല്ലാഹു അനുഗ്രഹിച്ച ഇണകളെ അവർക്ക് ആ സ്വർഗത്തിന്റെ തോപ്പുകളിൽ കാണാവുന്നതാണ്. ഹൂറും മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം, കൂടാരങ്ങളിൽ ഒതുക്കി നിർത്തപ്പെട്ട മയ്യാമണികളെയും അവർക്ക് അവിടെ കാണാവുന്നതാണ്. ലം യത്മിത്ഹുന്ന ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, അവർക്ക് മുമ്പ് ജിന്നോ ഇൻസോ ആരും അവരെ സ്പർശിച്ചിട്ടില്ല, ഇനി ഒരിക്കലും സ്പർശിക്കുകയുമില്ല.
മുത്തഖീന അലാ റഫ്റഫിൻ ഖുദരിൻ വഅബ്ഖരിൻ ഹിസാൻ. ഏറ്റവും നല്ല പട്ടുകൊണ്ട്, ഏറ്റവും നല്ല പരവതാനികൾ കൊണ്ടുണ്ടാക്കിയ വിരിപ്പിൽ അവരതാ സ്വച്ഛന്തം വിഹരിക്കുന്നവരായിരിക്കും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗവാസികൾക്ക് ഒരുക്കി വെച്ച 2 തോട്ടങ്ങളെ കുറിച്ച് പറഞ്ഞാണ്. 2 തോട്ടങ്ങൾ. സുബ്ഹാനല്ലാഹ്. തൊട്ടടുത്ത സൂറത്തുൽ വാഖിയയിൽ 3 വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 2 വിഭാഗവും സ്വർഗ്ഗക്കാരാണ്, 1 വിഭാഗം നരകക്കാരാണ്. വകുന്തും അസ്വാജൻ സലാത്ത, 3 വിഭാഗമായി നിങ്ങൾ തിരിയുമെന്നാണ്. അറാഫിന്റെ ആളുകളെ കുറിച്ച് ഇവിടെ വിവരിച്ചിട്ടില്ല. അതിൽ 1ാമത്തെ വിഭാഗം അസ്ഹാബുൽ മൈമന, 2ാമത്തെ വിഭാഗം സാബിഖൂനാണ്, 3ാമത്തെ വിഭാഗം അസ്ഹാബുൽ മഷ്അമ. ഈ സാബിഖൂൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ടോപ്പ് മോസ്റ്റ് പ്രോട്ടോകോൾ ഉള്ള ആളുകളാണ്, ഏറ്റവും വലിയ ദർജ നൽകപ്പെട്ട ആളുകളാണ്. അവരാണ് സാബിഖൂൻ. അവരെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. അതിന് തൊട്ട് താഴെയുള്ളതാണ് അസ്ഹാബുൽ മൈമന, വലതുപക്ഷത്തിന്റെ ആളുകൾ. അതിന്റെ താഴെ നരകത്തിലേക്ക് പോകുന്ന ആളുകളാണ് അസ്ഹാബുൽ മഷ്അമ, ഇടതുപക്ഷത്തിന്റെ ആളുകൾ. ഇവിടുത്തെ വലതുപക്ഷം ഇടതുപക്ഷം അല്ല കേട്ടോ. ഇനി പരിപാടി ചെയ്യുമ്പോൾ എൻ്റെ കോളറ പിടിക്കാൻ വരണ്ട. അസ്ഹാബുൽ മൈമന അസ്ഹാബുൽ മഷ്അമ എന്ന് പറഞ്ഞാൽ സ്വർഗവാസികൾ അസ്ഹാബുൽ മൈമനാന്നും നരകവാസികളെ അസ്ഹാബുൽ മഷ്അമ ഇടതുപക്ഷക്കാരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഖുർആൻ വിവരിച്ചിരിക്കുന്നത്. അപ്പം ഈ 3 വിഭാഗമായിട്ട് തിരിയുമെന്നാണ് അല്ലാഹു പറയുന്നു. ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന വഅസ്ഹാബുൽ മഷ്അമതി മാ അസ്ഹാബുൽ മഷ്അമ വസ്സാബിഖൂന അസ്സാബിഖൂൻ. മുൻകടക്കുന്ന ആളുകൾ ആരാണ്? മുൻകടക്കുന്ന ആളുകൾ ഉലൈകൽ മുഖറബൂൻ, അവരാകുന്നു അല്ലാഹുവിന്റെ സാമീപ്യം നേടിയ ആളുകൾ. ഫീ ജന്നാത്തിൻ നഈം, ഏറ്റവും ഉന്നതമായ സ്വർഗത്തിലായിരിക്കും അവർ. തുല്ലത്തും മിനൽ അവ്വലീൻ, മുൻഗാമികളായ ആളുകളിൽ നിന്നൊരു വലിയ വിഭാഗം ആ സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. വഖലീലും മിനൽ ആഖിരീൻ, തുച്ഛമായ പിൻഗാമികളിൽ നിന്ന് ഒരു വിഭാഗവും അതിലേക്ക് പോകുന്നതാണ്. അലാ സുറുറിൻ മൗദൂന, നിരത്തി വെക്കപ്പെട്ട തലയിണകളിലായിരിക്കും അവർ. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, പരസ്പരം അഭിമുഖമായി ഇരുന്നു കൊണ്ട് അവരങ്ങനെ ചാരിയിരിക്കുന്നവരാണ്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, നിത്യജീവൻ നൽകപ്പെട്ട ചില കുട്ടികൾ അവർക്ക് ചുറ്റിലും എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ, കള്ളിന്റെ ഉറവകളിൽ നിന്ന്, കള്ളിന്റെ പുഴകളിൽ നിന്നുള്ള കോപ്പകളുമായി അവരുടെ ചുറ്റിലും എപ്പോഴും അവർ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, ആ കള്ളാകട്ടി അവർക്ക് തലവേദനയോ ബോധക്ഷയമോ ഉണ്ടാക്കുകയില്ല. വഫാകിഹതിൻ മിമ്മാ യതഖയ്യറൂൻ, അവർക്ക് ഇഷ്ടമുള്ള പഴവർഗ്ഗങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. വലഹ്മി തൈരിൻ മിമ്മാ യഷ്തഹൂൻ, അവർക്ക് ഇഷ്ടമുള്ള പക്ഷിമാംസങ്ങളിൽ നിന്ന് അവർക്ക് സദാ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. വഹൂറുൻ ഐൻ, അവർക്ക് വേണ്ടി ഹൂറുൻ ഐൻ ഉണ്ടായിരിക്കും. കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, അവർ സൂക്ഷിച്ചു വെക്കപ്പെട്ട പഴയ കല്ലുകൾ പോലെ ഉണ്ടാകും. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്കുള്ള ഉത്തമമായ പ്രതിഫലം എന്നോണം. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ, ഇഷ്ടപ്പെടാത്ത വാക്കുകളോ തെറിവാക്കുകളോ ഇഷ്ടമില്ലാത്ത വചനങ്ങളോ അവരവിടെ കേൾക്കുകയില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, സമാധാനം സമാധാനം എന്ന വാക്കല്ലാതെ മറ്റൊന്നും അവരവിടെ കേൾക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, ഖുർആൻ വിവരിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഹൂറുൻ ഐനെ കുറിച്ച്, സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് എമ്പാടും ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. എന്താണത്? അവർ അതിസുന്ദരികളായിരിക്കും. അവരെങ്ങാനും ഈ ദുനിയാവിലേക്ക് ഒന്ന് എത്തി നോക്കുകയാണെങ്കിൽ ഈ ദുനിയാവിലെ മുഴുവൻ പ്രകാശവും നിഷ്പ്രഭമാവുകയും അവരുടെ പ്രകാശത്താൽ ഈ ലോകം നിറയുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ മുടിയുടെ അറ്റത്തുള്ള വെള്ളമെങ്ങാനും ഈ ദുനിയാവിലേക്ക് ഉറ്റിക്കഴിഞ്ഞാൽ ഈ ദുനിയാവ് മുഴുവൻ സൗരഭ്യം കൊണ്ട് നിറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ തങ്ങളുടെ ഇണകളെ ആകർഷിക്കുന്നതിന് വേണ്ടി സുന്ദരമായ പാട്ടുകൾ പാടുന്നവരായിരിക്കും. അവരുടെ കാലുകളുടെ ഞരമ്പുകൾ പുറത്തേക്ക്
മുഖത്തേക്ക് തെളിയുമാറ് അത്രയും സൗന്ദര്യം അവരുടെ കാലുകൾക്ക് വരെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്ന സംശയമാണ്, ഇതൊക്കെ ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ഈ ഹുറുനി എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഒരിക്കലുമല്ല പ്രിയപ്പെട്ടവരെ, ഒരിക്കലുമല്ല. വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യദ്ലമൂന നഖീറ. ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ആരാണോ അവരോടൊരു തരിമ്പ് പോലും അക്രമം കാണിക്കപ്പെടുകയില്ല. ഈ വിവരിക്കുന്നത് മുഴുവൻ സ്ത്രീകൾക്കും ബാധകമാണ്. അവർക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ളത് അത് ഇതേ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നൽകുമെന്നാണ്. പക്ഷേ വിവരണങ്ങളെല്ലാം എപ്പോഴും എന്തായിരിക്കും? സ്ത്രീകളുടെ ഏത് കവിതയായാലും ഏത് വരികളായാലും വിവരണങ്ങൾ മുഴുവൻ സ്ത്രീകളുടെ ഭാഗത്ത് വെച്ചിട്ടായിരിക്കും, സ്ത്രൈന രൂപത്തിലായിരിക്കും വിശദീകരിക്കുക. അതുകൊണ്ട് മാത്രമാണ് പരിശുദ്ധ ഖുർആൻ സ്ത്രീകളുടെ രൂപത്തിൽ വിവരിച്ചത്. ഇത് ഈ പറയുന്നതെല്ലാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ബാധകമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സാബിഖൂങ്ങളെ കുറിച്ച് വിവരിച്ചു കഴിഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ മൈമനയെ കുറിച്ച് പറയാൻ, വലതുപക്ഷക്കാരെ കുറിച്ച്. അവരെവിടെയായിരിക്കും? വഅസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ദൂദ്. മുള്ളില്ലാത്ത ഇലന്ത മരത്തിലായിരിക്കും അവർ. വതൽഹിം മൻദൂദ്. തിങ്ങി നിറഞ്ഞ വാഴത്തോപ്പുകളിൽ. വദുല്ലിം മംദൂദ്. നീണ്ടു കിടക്കുന്ന തണലുകളായിരിക്കും അവർ. വമാഇം മസ്കൂബ്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളിലായിരിക്കും അവർ. വഫാകിഹത്തിൻ കസീറ. ധാരാളമായി ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളിലായിരിക്കും അവർ. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ. ഒരിക്കലും അതിന് അവസാനവുമില്ല. ഉകുലുഹാ ദായിമുൻ വദില്ലുഹാ. സ്വർഗ്ഗത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ അത് എപ്പോഴും ഉണ്ടായിരിക്കും. അതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. എല്ലാ സീസണിലും സ്വർഗ്ഗത്തിലെ പഴം ഉണ്ടാവും. സ്വർഗ്ഗത്തിലെ മരങ്ങൾക്ക് പ്രത്യേകിച്ച് വാടാനോ കരിയാനോ ഇല പൊഴിയാനോ ഒന്നുമില്ല. അവിടുത്തെ ദുല്ലും അതുപോലെ തന്നെ ഉക്കുലുമെല്ലാം എല്ലാ സമയത്തും ഉണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗ്ഗവാസികളുടെ വസ്ത്രത്തെക്കുറിച്ചും ആ സ്വർഗ്ഗത്തിലുണ്ടാകുന്ന കാലാവസ്ഥയെക്കുറിച്ചുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിക്കുന്നുണ്ട്. മുത്തഖിഈന ഫീഹാ അലൽ അറായിക് ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറ. സ്വർഗ്ഗത്തിൽ കൂടുതൽ വെയിലോ കൂടുതൽ തണലോ ഉണ്ടാവില്ല. അതിൻ്റെ മധ്യമായ ഏറ്റവും സുന്ദരമായ ഒരു കാലാവസ്ഥയായിരിക്കും. കാരണം ഇവിടെ വെയിലും തണലൊക്കെ നിർണ്ണയിക്കുന്നത് എന്താണ്? സൂര്യചന്ദ്രന്മാരാണ്. സൂര്യനാണ്, ഭൂമിയുടെ കറക്കമാണ്. പക്ഷെ സ്വർഗ്ഗത്തെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗത്തിൻ്റെ വിസ്തൃതി എത്രയാണ്? വജന്നത്തിന് അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്. ആകാശങ്ങളേക്കാൾ വിസ്തൃതി സ്വർഗ്ഗത്തിനുണ്ടെന്നാണ്. ആകാശത്തിൻ്റെ വിസ്തൃതി എന്താണ്? നമ്മൾ ഇതിൻ്റെ മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിയെ പോലെയുള്ള 15 ലക്ഷം ഉൾക്കൊള്ളാനുള്ള ശേഷി സൂര്യനുണ്ട്. ഇപ്പോൾ സൂര്യൻ്റെ വിസ്തൃതി എത്രയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ സൂര്യൻ കിടക്കുന്നത് ആകാശത്താണ്. ആ സൂര്യനെ പോലെയുള്ള ലക്ഷം കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ മുഴുവൻ ആകാശത്താണ്. ആകാശത്തിൻ്റെ വിസ്തൃതി എത്രയാണ്? അതിനേക്കാൾ വിസ്തൃതിയുണ്ട് സ്വർഗത്തിന്. സുബ്ഹാനല്ലാഹ്, അത്രയും വലുതാണ് സ്വർഗം. അതുകൊണ്ടാണ് ഓരോരുത്തരുടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദാ റഅയ്ത തമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറ. ആ സ്വർഗം താങ്കൾ കാണുമ്പോൾ അവിടെ വലിയ വലിയ രാജാധികാരങ്ങളും വലിയ വലിയ അനുഗ്രഹങ്ങളും റസൂലെ താങ്കൾക്ക് കാണാൻ കഴിയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതുകൊണ്ടാണ്. എത്രയോ അനുഗ്രഹങ്ങൾ അവിടെ നമുക്ക് കാത്തിരിക്കുന്നു. ആലിയഹും സിയാബു സുന്ദുസിൻ ഖുദുറും വ ഇസ്തബറഖ്. നേർമപ്പട്ടും കട്ടിയുള്ള പട്ടും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗവാസികളെ ഒരു ബഹുമതി എന്നോണം അണിയിക്കുമെന്നാണ്. വഹുല്ലു അസാബിറ മിൻ ഫിദ്ദ. വെള്ളിയുടെ വളകൾ അവർക്ക് അല്ലാഹു അണിയിച്ചു കൊടുക്കുമെന്നാണ്. വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറ. ഏറ്റവും പരിശുദ്ധമായ പാനീയത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുടിപ്പിക്കുമെന്നാണ്. വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. അവരുടെ ചുറ്റിലും എപ്പോഴും കുട്ടികൾ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇദാ റഅയ്തഹും ഹസിബതഹും ലുഅ്ലുഅൻ മൻസൂറ. അവരെ കാണുമ്പോൾ ചിതറപ്പെട്ട മുത്തുകൾ പോലെ താങ്കൾക്ക് തോന്നുമെന്നാണ്. ആ സ്വർഗത്തിലുള്ള ചെറിയ മക്കളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അവിടെ അവരുടെ ഖിദ്മത്തിന് വേണ്ടി, സേവനത്തിന് വേണ്ടി, സ്വർഗ്ഗവാസികളുടെ സേവനത്തിന് വേണ്ടി അവിടെ ആ ചെറിയ ചെറിയ കുട്ടികൾ, നിത്യജീവൻ നൽകപ്പെട്ട കുട്ടികൾ ഉണ്ടാവുന്നതാണ്. അവരാണ് ഈ കോപ്പുകൾ അവർക്ക് കൊണ്ടുചെന്ന് കൊടി അനുസരണയുള്ളവർ. അവരെ കണ്ടാൽ ഹസിബതഹും ലുഅ്ലുഅൻ മൻസൂറ. ചിതറപ്പെട്ട മുത്തുകൾ പോലെ നിങ്ങൾക്ക് തോന്നുമെന്നാണ്.
പ്രിയപ്പെട്ടവരെ, സ്വർഗവാസികൾക്ക് പ്രത്യേകമായി അള്ളാഹു നൽകുന്ന ചില പാനീയങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഐനം ഫീഹാ തുസമ്മ സൽസബീല. സൽസബീൽ എന്ന് പറയുന്ന ഒരു നദി, ഒരു നീരുറവ സ്വർഗത്തിലുണ്ട്. അതെന്താണ് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. വയുസ്ഖൗന ഫീഹാ കഅസൻ കാന മിസാജുഹാ സൻജബീല. സൻജബീലിൻ്റെ, ഇഞ്ചിയുടെ കലർപ്പുള്ള നദി സ്വർഗത്തിലുണ്ട് എന്ന്. ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇഞ്ചി നമ്മൾ ചിന്തിക്കരുത്. ഇവിടുത്തെ ഇഞ്ചിയുടെ ആ കയ്പും എരിവും അതൊന്നല്ല. സ്വർഗത്തിലെ ഇഞ്ചി എന്ന് പറയുമ്പോൾ എന്താണ്? വലഹും ഫീഹാ മാ യശ്തഹൂൻ. മനസ്സിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം തോന്നുന്നതും ആശ തോന്നുന്നതും ഇഷ്ടം തോന്നുന്നതും എന്താണോ അതാണ് സ്വർഗത്തിലുള്ളതെല്ലാം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വയുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. കസ്തൂരിയുടെ അടപ്പുള്ള ഒരുതരം പാനീയം അവർക്ക് നൽകപ്പെടുമെന്നാണ്. അവർ ആ അടപ്പ് തുറന്നുകൊണ്ട് കുടിക്കും. വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. ആ കാര്യത്തിൽ മത്സരിക്കുന്നവർ മത്സരം നടത്തട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. സ്വർഗത്തിൽ സ്വർഗവാസികൾ പർച്ചേസിങ്ങിന് പോവും എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ആ സ്വർഗത്തിൽ ഒരു അങ്ങാടിയുണ്ട്, ഒരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിലേക്ക് അവർ പർച്ചേസിങ്ങിന് പോവും. മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണ്, ഒരു ഹവയാണ്, ഒരു ഷഹവാത്താണ് പർച്ചേസിങ്ങിന് പോകുക എന്നുള്ളത്. അവിടെ പോയി അവർ തിരിച്ചു വരുന്ന സമയത്ത് അവർ പോയതിനേക്കാൾ കൂടുതൽ സൗന്ദര്യവുമായിട്ടായിരിക്കും അവർ വീട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വർഗത്തിൽ എല്ലാവരും ഒരുപോലെയല്ല. എല്ലാവരും ഒരിക്കലും ഒരുപോലെയല്ല. സ്വർഗത്തിൽ വലിയ ദറജകളുണ്ട്. 100ഓളം ദറജകൾ സ്വർഗത്തിലുണ്ട്. ഓരോ ദറജകൾ തമ്മിലും ആകാശഭൂമികൾക്കിടയിലെ വ്യത്യാസമുണ്ട്. നമുക്കിപ്പോൾ ആകാശത്തേക്ക് പോകാൻ പറ്റുമോ? വിചാരിച്ചാൽ പറ്റുമോ? അതുപോലെ അപ്രാപ്യമായിരിക്കും സ്വർഗത്തിലെ ഓരോ ദറജകളും. അവിടെ സ്വർഗത്തിലെ ചെറിയ ദറജയിലുള്ള ആളുകൾ വിലപിക്കുമെന്നാണ്. അവർ പറയും, പടച്ചോനെ, ദുനിയാവിൽ വെച്ച് ഞങ്ങളുടെ മാംസങ്ങളും തൊലികളും മുറിക്കപ്പെട്ടിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് രോഗം വന്നിരുന്നെങ്കിൽ, ഞങ്ങൾക്ക് പ്രയാസം വന്നിരുന്നെങ്കിൽ, ദുനിയാവിൽ കഷ്ടപ്പാട് കൊണ്ട് ജീവിച്ച ഈ ദീനിനു വേണ്ടി, പടച്ചോനു വേണ്ടി ത്യാഗം സഹിച്ചവർ അതാ എത്രയോ ഉയരത്തിൽ, തങ്ങൾക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിൽ അവർ വിഹരിക്കുന്നു. ഞങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ റബ്ബേ. നമുക്ക് അവിടെ വെച്ച് ആഗ്രഹിക്കുന്നതാണ് സ്വർഗത്തിലെ ചെറിയ ദറജയിലുള്ള ആളുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടി പരിശ്രമിക്കണം. ഉത്തുംഗമായ ദറജയിൽ എത്തിപ്പെടാൻ, സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവിയിൽ എത്തിപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്. 2 സുഹൃത്തുക്കൾ സ്വർഗത്തിലെത്തുമെന്നാണ്. അതിലൊരു സുഹൃത്ത് ഈ പറയുന്നത് പോലെ ആകാശത്തിന് സമാനമായ ഉയർന്ന പദവികളിൽ മറ്റേ സുഹൃത്തിനെ കാണുമെന്നാണ്. എന്നിട്ട് അയാൾ ചോദിക്കും, എന്താണ് അവൻ എന്നേക്കാൾ കൂടുതൽ ചെയ്തത്? സുബ്ഹാനല്ലാഹ്, ഒറ്റ ദിക്റാൻ. ഒരു സെക്കൻഡ് പോലും മുഴുവനായിട്ട് വേണ്ട. ഒരു സെക്കൻഡിൻ്റെ വില എത്രയാണ്? പ്രിയപ്പെട്ടവർ, അവിടെയുള്ളതെല്ലാം വിലയറ്റതാണ്, വിലമതിക്കാൻ കഴിയാത്തതാണ്. പക്ഷെ ഇതാണ് അതിൻ്റെ വില. ദുനിയാവാണ് സ്വർഗത്തിൻ്റെ വില. ദുനിയാവിൽ നാം ചെലവഴിക്കുന്ന സമയമാണ് സ്വർഗത്തിൻ്റെ വില. ആ സമയമാണ് സ്വർഗത്തിലെ നമ്മുടെ ദറജ നിർണ്ണയിക്കുന്നത്, നമ്മുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. ആ സ്വർഗത്തിൽ ഉന്നതമായ ദറജ നേടിയെടുക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ടോ, പ്രയാസപ്പെട്ടോ. പക്ഷെ സ്വർഗത്തിലെ ഏറ്റവും ചെറിയ ദറജ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നല്ല. നരകവാസികളിൽ അവസാനം നരകത്തിന് പുറത്തേക്ക് എടുക്കുന്ന ഒരാളുണ്ട്, ഏറ്റവും അവസാനം. അത് കഴിഞ്ഞാൽ പിന്നെ നരകടക്കും. അവിടുന്ന് പിന്നെ ആർക്കും പുറത്തേക്കൊരു മോചനമില്ല. ആരാണ് പിന്നെ അതിൽ അവശേഷിക്കുക? മുനാഫിക്കുകൾ, മുശ്രിക്കുകൾ, പടച്ചോനില്ല എന്ന് വാദിച്ചവർ, കാഫിറുകൾ. ഇവരെല്ലാം ആ നരകത്തിൽ നിത്യവാസികളായിരിക്കും. പിന്നൊരു മോചനമില്ല. അതല്ലാത്ത ആളുകൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നരകത്തിലിട്ട് അനുഭവിച്ച് ഒരുപാട് യുഗങ്ങൾ കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിനടുത്ത് പുറത്തേക്കിടും. അവനിങ്ങനെ കരിക്കട്ട പോലെ ഉണ്ടാവും. നരകത്തിൻ്റെ സകല പീഡനങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് വല്ലാത്തൊരു വികൃത രൂപത്തിലായിരിക്കും ആ മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു നദിയിൽ മുക്കിയെടുക്കും. അവൻ്റെ വൈരൂപ്യങ്ങളെല്ലാം മാറിക്കിട്ടും. നരകത്തുനിന്ന് പുറത്തെത്തുമ്പോൾ തന്നെ അവൻ ശുക്ർ കൊണ്ടും ഹംദ് കൊണ്ടും മൂടും. അത്രയ്ക്ക് സന്തോഷമായിരിക്കും. കാരണം നരകം എന്ന് പറഞ്ഞാൽ ഭീകരൻ. അങ്ങനെ അവനവിടെ സമാധാനത്തോടെ ഇരിക്കുന്ന സമയം ഒരു മരം കാണും അവൻ. ആ മരം കാണുമ്പോൾ അള്ളാഹുവിനോട് അവൻ ചോദിക്കും. നരകത്തിന് പുറത്തെത്തി തന്നെ വലിയ കാര്യമാണ്. പക്ഷേ ആ മരം കാണുമ്പോൾ അവൻ ചോദിക്കും, അല്ലാഹുമ്മ ലാ അസ്ബിർ, അള്ളാഹു എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ആ മരത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് എത്തിക്കാൻ പറ്റുമോ? എത്ര സുന്ദരമാണ് ആ മരം. കാരണം എത്താൻ പറ്റാത്ത ദൂരത്തായിരിക്കാം ആ മരം. അവൻ അപ്രാപ്യമായൊരു സ്ഥലത്തായിരിക്കാം ആ മരം. അതുകൊണ്ടാണ് അവൻ അള്ളാഹിനോട് ചോദിക്കുന്നത്. അള്ളാഹു അവൻ ആ മരത്തിൻ്റെ അടുത്ത് എത്തിക്കും. ആ മരത്തിൻ്റെ അടുത്ത് എത്തിക്കുന്നതിന് മുമ്പ് പടച്ചവൻ ചോദിക്കും, ആ മരത്തിൻ്റെ അടുത്ത് നിന്നെ എത്തിക്കുക, അത് കഴിഞ്ഞാൽ നീ വേറെ എന്തെങ്കിലും എന്നോട് ചോദിക്കോ? ആ മനുഷ്യൻ പറയും, ഇല്ല.
സത്യമായിട്ടുമില്ല. അതെൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്. അങ്ങനെ ആ മരത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ അതിനേക്കാൾ സുന്ദരമായ മറ്റൊരു മരം അവൻ കാണും. കാരണം അവനുള്ളത് സ്വർഗത്തിൻ്റെ വഴിയിലാണ്. ആ വഴി പിന്നിടുന്തോറും സൗന്ദര്യം കൂടിക്കൂടി വരും, സൗരഭ്യം കൂടിക്കൂടി വരും, അനുഭൂതികൾ കൂടിക്കൂടി വരും. അവൻ ആ അനുഭൂതികളുടെ കാഴ്ചക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിനറിയാം. അള്ളാഹു അവൻ ആ രണ്ടാമത്തെ മരം കാണുമ്പോൾ പടച്ചവനോട് ചോദിക്കും, പടച്ചവനെ ആ മരത്തിൻ്റെ അടുത്ത് ശരിയാണ്, ഞാൻ നിന്നോട് വാക്ക് തന്നിട്ടുണ്ട്, ഞാൻ ഇനി ഒന്നും ചോദിക്കൂല. അല്ലാഹുമ്മ ലാ അസ്ബിർ, പടച്ചവനെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എന്നൊന്ന് ആ മരത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കോ. അവസാനം പടച്ചവൻ അവൻ ആ മരത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കും. ആ മരത്തിൻ്റെ അടുത്ത് അവനെത്തുമ്പോൾ അവൻ കാണുക ഒരു വലിയ സുന്ദരമായ വിശാലമായ നയനാനന്ദകരമായ ഒരു വലിയ കവാടമായിരിക്കും, വലിയൊരു വഴിയായിരിക്കും. ആ കവാടം ഏതാണ്? സ്വർഗത്തിൻ്റെ 8 വാതിലുകളിൽ ഏതോ ഒരു വാതിലാണ്. ഏത് വാതിലാണ്? അല്ലാഹു ആലം. ആ വാതിലാണ് അവൻ കാണുക. ആ വാതിൽ അവൻ കാണുമ്പോൾ അള്ളാഹുവിനോട് അവൻ കെഞ്ചി പറയും, പടച്ചോനെ ആ വാതിലിൻ്റെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, അത് സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. ഉദ്ഖുലുൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അവൻ ചോദിക്കും, അല്ലാഹുമ്മ അതസ്തഖ്സിറു ബി, പടച്ചോനെ നീ എന്നെ കളിയാക്കാണോ? ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചിരിക്കും എന്നാണ്. അത് ഈ ഹദീസ് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ 2 അണപ്പല്ലുകൾ കാണുമാറ് ചിരിച്ചു എന്നാണ്. ഈ ഹദീസ് പറയുന്ന എല്ലാവരും ചിരിക്കുക എന്നത് സുന്നത്താണ്. ഹദീസ് കാരണം ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകൾ, ആ സഹാബത്ത് കേട്ട താബീങ്ങൾ, അങ്ങനെ താവഴിയായി വന്ന ആളുകൾ ഈ ഹദീസ് ആ ഭാഗം പറയുമ്പോൾ ചിരിച്ചിട്ടാണ് പറയുക. അള്ളാഹു ചിരിക്കും എന്നാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയും, അല്ല, ഒരിക്കലുമല്ല, ഞാൻ നിന്നെ കളിയാക്കുകയില്ല. നിനക്ക് ദുനിയാവിലുള്ളതെല്ലാം ഉണ്ട്, അതിനേക്കാൾ 10 അംസാലിഹ, അതിനേക്കാൾ 10 ഇരട്ടിയും നിനക്കുണ്ട്. ഏറ്റവും ചെറിയ ദർജ, ആയക്ക് ശേഷം പിന്നെ ഒരാൾ സ്വർഗത്തിൽ കിടക്കാനില്ല. ഏറ്റവും ചെറിയ ദർജയാണ്. ആ ചെറിയ ദർജ എന്താണ്? ഈ ദുനിയാവും അതിൻ്റെ 10 ഇരട്ടിയും. വിസ്തൃതിയാണ് പറയണത്. ഇത് അനുഗ്രഹങ്ങൾ വേറെ, അയാൾക്കല്ല നൽകുന്ന സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതിയാണ് പറയണത്. അതെത്രയാണ്? ഈ ഭൂമിയുടെ 10 ഇരട്ടിയാണ്. അതിൻ്റെ മുമ്പൊക്കെ കടന്നുപോയ ആളുകൾക്ക് പടച്ചവൻ എന്തൊക്കെയാണ് കൊടുത്തിട്ടുണ്ടാവുക അറിയില്ല പ്രിയപ്പെട്ടവരെ. മാല ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കാതും കേട്ടിട്ടില്ല, നമുക്കൊന്നും ഒരിക്കലും ഭാവിക്കാനും കഴിയില്ല. അത്രയും വലിയ അനുഗ്രഹങ്ങളായിരിക്കും അതിനു മുമ്പ് പോയ ആളുകൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടാകുക. ഏറ്റവും ചെറിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. സ്വർഗവാസികൾ സ്വർഗത്തിൽ അങ്ങനെ ജീവിച്ച് ഒരുപാട് നാളുകൾ കഴിയുമ്പോൾ, യുഗങ്ങൾ അവസാനിക്കുമ്പോൾ അവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമുണ്ട്. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാം കിട്ടി. തേനിൻ്റെ അരുവികൾ, പാലിൻ്റെ അരുവികൾ, കള്ളിൻ്റെ അരുവികൾ, സുന്ദരന്മാരായ സുന്ദരികളായ ഈണകൾ, നല്ല ജീവിതം, വലിയ വലിയ രമ്യഹർമ്മങ്ങൾ, വലിയ വലിയ കൊട്ടാരങ്ങൾ. ജീവിതത്തിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ ആസ്വദിക്കാൻ പറ്റുമോ അതെല്ലാം കിട്ടി, തൃപ്തിയായി. ഇനി ഒന്നും വേണ്ട. പക്ഷെ ഒന്നും കൂടെ ബാക്കിയുണ്ട്, ഒരു വലിയ അനുഗ്രഹം. ആ അനുഗ്രഹം എന്താണ്? ആ അനുഗ്രഹത്തിന് വേണ്ടി സ്വർഗത്തിലൊരു ദിവസം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ ദിവസമാകുമ്പോൾ പടച്ചറബ് നിർണയിച്ച പ്രത്യേകമായൊരു വാദിയിലേക്ക്, പ്രത്യേകമായൊരു താഴ്വരയിലേക്ക് സ്വർഗവാസികളെ മുഴുവൻ വിളിച്ചു കൂട്ടുന്നതാണ്. സ്വർഗവാസികളെല്ലാം ആ വാദിയിലേക്ക് വരും. അവിടെ പ്രവാചകന്മാരുണ്ടാകും, ശുഹദാക്കളുണ്ടാകും, സ്വാലിഹ്യങ്ങളുണ്ടാകും, ഔലിയാക്കളുണ്ടാകും, എല്ലാവരും ഉണ്ടാവും. ലോകത്ത് സ്വർഗവാസികളായ ആളുകൾ മുഴുവൻ അവിടെ ഒരുമിച്ച് കൂടും. അവരുടെ ദർജക്കനുസരിച്ചുള്ള ഇരിപ്പിടങ്ങൾ ഓരോ സ്ഥലത്തായി അവർക്കുണ്ടാവും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് വന്ന് അവരോട് സംസാരിക്കാൻ തുടങ്ങും. അവരോട് ചോദിക്കും, അല്ലയോ എൻ്റെ അടിമകളെ, നിങ്ങൾ തൃപ്തരാണോ? അവർ മുഴുവൻ ഒന്നടങ്കം പറയും, റബ്ബേ, നരകത്തിൽ നിന്ന് ഞങ്ങളുടെ മുഖങ്ങളെ നീ രക്ഷിച്ചു, വിലമതിക്കാനാകാത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ നീ മൂടി. എങ്ങനെ ഞങ്ങൾ സംതൃപ്തരാവാതിരിക്കാൻ, എങ്ങനെ ഞങ്ങൾ സന്തുഷ്ടരാവാതിരിക്കാൻ റബ്ബേ എന്ന് ആ മനുഷ്യർ മറുപടി പറയുന്ന. അവിടെ പടച്ചോൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും. ചോദ്യം എന്താ അറിയോ? ഒന്നുകൂടി ബാക്കിയുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണണ്ടേ, അള്ളാനെ കാണണ്ടേ, എൻ്റെ ദാത്തിനെ നിങ്ങൾക്ക് കാണണ്ടേ, എന്നെ നിങ്ങൾക്ക് നേരിട്ട് കാണണ്ടേ? തക്ബീറുകൾ കൊണ്ട് സ്വർഗവാസികൾ പ്രതികരിക്കുന്നതാണ്. അവിടെ വല്ലാത്തൊരു പ്രകാശം കൊണ്ട് നിറയും. അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലായിരുന്നെങ്കിൽ ആ പ്രകാശത്തിൽ അവിടെയുള്ള മലക്കുകളും സ്വർഗവാസികളും മുഴുവൻ കരിഞ്ഞു പോകുമായിരുന്നു. പക്ഷേ ആ സ്വർഗവാസികളും മലക്കുകളുമെല്ലാം അള്ളാഹുവിൻ്റെ ഇന്നുള്ള പ്രത്യേകമായ സംരക്ഷണത്തിലാണ്. ആ പ്രകാശം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മറയാണ്. ആ പ്രകാശത്തിൻ്റെ മറ നീങ്ങുന്നതോടുകൂടി പൂർണ്ണ നിലാവുള്ള ദിവസം ചന്ദ്രനെ നോക്കിക്കാണുന്നത് പോലെ, നാടിൻ്റെ നാനാഭാഗത്തു നിന്നും തെക്കും തിരക്കുമില്ലാതെ ചന്ദ്രനെ നോക്കിക്കാണുന്നത് പോലെ, രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ ഖാലിഖുൽ മഖ്ലൂഖായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ
സ്വർഗവാസികൾ നോക്കിക്കാണുമെന്നാണ്. അവരെല്ലാവരും ഒന്നടങ്കം സുജൂദിലേക്ക് വീഴും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിക്കും, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് കോപിക്കുകയില്ല. എൻ്റെ തൃപ്തിയും എൻ്റെ പ്രീതിയും ഞാനിതാ എന്നേക്കുമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഞാൻ ഒരിക്കലും നിങ്ങളോട് കോപിക്കുകയില്ല. എൻ്റെ കോപമോ ശാപമോ ഒരിക്കലും നിങ്ങളെ ഇനി ബാധിക്കുകയില്ല എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ, ഓരോ വ്യക്തികളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുമെന്നാണ്. ഓരോ വ്യക്തികളോടും അല്ലാഹു സംസാരിക്കും. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി, ഏറ്റവും വലിയ അനുഗ്രഹം, റബ്ബിനെ നേരിട്ട് കണ്ണുകൊണ്ട് കാണുക എന്നത്. ആ അനുഗ്രഹം കൂടി കഴിഞ്ഞാൽ സ്വർഗവാസികളുടെ അനുഗ്രഹം പൂർത്തിയായി. പക്ഷേ ആ ജീവിതത്തിന് അവസാനമില്ല. അത് ചിന്തിച്ചാൽ ഇവിടുന്ന് ചിന്തിച്ചാൽ നമുക്ക് ഭ്രാന്താവും. അവസാനമില്ലാത്ത ജീവിതം, അതെ. പക്ഷെ ഓരോ ദിവസവും ആസ്വാദനങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ഇന്ന് ആസ്വദിച്ചതല്ല നാളെ, നാളെ ആസ്വദിച്ചതല്ല മറ്റന്നാൾ. ഓരോ ദിവസവും ആസ്വാദനങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ സ്വർഗത്തിലെത്തിച്ചേരുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ സ്വർഗം അവൻ്റെ ഔദാര്യം കൊണ്ട് സമ്മാനമായി നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അതാ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും നിന്നെ കാത്തു സൂക്ഷിച്ച് സംശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, അവസാനം ഞങ്ങളിവിടെ കൂടിയിരുന്നത് പോലെ നിൻ്റെ സ്വർഗത്തിൻ്റെ തോപ്പുകളിലും പൂന്തോട്ടങ്ങളിലും താഴ്വരകളിലും കൂടിയിരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله.